ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന നല്ല മക്കളാണെന്നുള്ള അഭിമാനബോധത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലോകത്തിലേക്ക് വന്ന രക്ഷയുടെ അനുഭവം അനുദിന ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മ നിരന്തരമായിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം ചോദിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോയിലൂടെ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷ ലോകം മുഴുവനും അറിയുവാൻ, എല്ലാ മനുഷ്യരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കുവാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. നമ്മളെല്ലാവരും, ലോകത്തുള്ള ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ട ഈ വലിയ സത്യമാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്ന്. ആ ഒരു ബോധ്യത്തോടെ ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി സ്നേഹപൂർവ്വം ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ഒരുപക്ഷെ ഈശോ പറഞ്ഞ ഉപമകളിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒന്നാണത്. ഒരുപക്ഷെ എല്ലായിടത്തും വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന, സഭയ്ക്ക് പുറത്തുള്ളവർക്ക് പോലും സ്വീകാര്യമായ ഒരു ഉപമ എന്ന് വേണം നമുക്കതിനെ കരുതുവാൻ. പ്രസിദ്ധ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ചാൾസ് ഡിക്കനോട് ലോകത്തിൽ ഏറ്റവും നല്ല ചെറുകഥ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത ഉത്തരം ധൂർത്തപുത്രൻ്റെ ഉപമ എന്നായിരുന്നു. അപ്പോൾ അതൊരു ആത്മീയ തലത്തിൽ മാത്രമല്ല, ഒരു സാഹിത്യ ഭാഷാ തലത്തിൽ പോലും മനോഹരമായ ഒരു ഉപമയായിട്ട് പരിഗണിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ച് ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം മുഴുവനും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു അധ്യായമാണ് എന്ന് അറിയാം. അതിൻ്റെ ആരംഭത്തിൽ കാണാതായ ആടിൻ്റെ ഉപമ, രണ്ടാമത് കാണാതായ നാണയത്തിൻ്റെ ഉപമ, മൂന്നാമത് ഈ ധൂർത്തപുത്രൻ്റെ ഉപമ. ഇപ്പം മനുഷ്യൻ്റെ 3 തലത്തിലുള്ള അവസ്ഥ. നാണയം ഒരു വസ്തുവാണ്, ആട് ഒരു ജീവിയാണ്, മനുഷ്യൻ മനുഷ്യനാണ്. ഈ 3 തലത്തിലും നഷ്ടങ്ങൾ സംഭവിക്കാം. വസ്തുവിൻ്റെ തലത്തിൽ ചില നഷ്ടങ്ങൾ, ജീവികളുടെ തലത്തിൽ ചില നഷ്ടങ്ങൾ, മനുഷ്യൻ്റെ തലത്തിൽ ചില നഷ്ടങ്ങൾ. സ്നേഹമായിട്ട് ബന്ധിച്ചു വേണം നമുക്കതിനെ സംസാരിക്കാം. ഇപ്പോൾ ധൂർത്തപുത്രൻ്റെ ഉപമ അത് നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് നമുക്ക് ഓർക്കാം.
അതിൽ ഓരോ കഥാപാത്രങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ആ പിതാവിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ നിന്നിട്ടുണ്ട്, മൂത്ത മകൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ നമ്മളായിരുന്നിട്ടുണ്ട്, ഇളയ മകൻ്റെ അനുഭവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആഘോഷങ്ങളിലായിരിക്കുന്ന ആ വ്യക്തികളുടെ മനോഭാവവും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഈശോയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, ചരിത്രത്തിൽ ഒട്ടുമിക്കപ്പോഴും ആവർത്തിക്കപ്പെടുന്ന കഥാപാത്രങ്ങളും അനുഭവങ്ങളും സംഭവങ്ങളുമാണ് അതിലുള്ളത് എന്ന് നമുക്ക് അറിയാം. ഈ രണ്ട് പുത്രന്മാരെക്കുറിച്ചുള്ള ഉപമകൾ അല്ലെ സംഭവങ്ങൾ പഴയ നിയമത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ആദ്യമേ തന്നെ കായേനും ആബേലും, പിന്നീട് ഇസ്മായേലും ഇസഹാക്കും, പിന്നീട് ഏസാവും യാക്കോബും. ഒരുപക്ഷെ ആ ഒരു ലൈനിൽപ്പെട്ട് ഈശോ രണ്ട് പുത്രന്മാരെക്കുറിച്ച് പറയുകയാണ്. അതിൽ ഇളയ പുത്രൻ അവൻ്റെ ആഗ്രഹപ്രകാരം ഓഹരി അപ്പനോട് ചോദിച്ചു. നിയമപ്രകാരം ഓഹരിക്ക് അർഹതയുണ്ട്. ആ ഓഹരി അവൻ ചോദിച്ചു. ഈ അപ്പൻ നല്ല മനസ്സോട് കൊടുത്തു എന്ന് വേണം കരുതുവാൻ. ഒരുപക്ഷെ ചില ഉപദേശങ്ങളും ചില നിർദ്ദേശങ്ങളും പറഞ്ഞു കാണും. ചിലപ്പോൾ ആദ്യമേ ചിലപ്പോൾ എതിർത്ത് കാണും. നീ ഇപ്പോൾ ഇത് കൊണ്ടുപോകണ്ട, ഇപ്പോൾ നിനക്ക് ഓഹരി കിട്ടിയാൽ അത് നശിച്ചു പോവുകയുള്ളൂ, എന്നിട്ട് തക്കാലം നീ ചേട്ടനെ പോലെ എൻ്റെ കൂടെ നിൽക്കുക, എന്നിട്ട് സാവകാശി എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ പിതാവ് അവസാനം ഈ ഓഹരി കൊടുത്തു. പിതൃസ്വത്ത് എന്നാണ് ചോദിക്കുക. ഈ പിതൃസ്വത്തിന് ഗ്രീക്ക് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബിയോസ് എന്നാണ്, അല്ല ബയോസ് എന്നാണ്. അതിന് ഫിലോസഫി പ്രകാരം എസൻസ് എന്ന അർത്ഥം കൂടിയുണ്ട്, സത്ത എന്ന അർത്ഥമുണ്ട്, സാരാംശം എന്ന അർത്ഥമുണ്ട്. അപ്പം ഈ മകൻ ശരിക്കും ഈ പിതൃസ്വത്ത് എന്ന തൻ്റെ സത്തയുടെ ഭാഗം. അപ്പം ഈ സ്വത്ത് ദൂർത്തടിച്ചു എന്ന് പറഞ്ഞാൽ കേവലമായ സമ്പത്ത് മാത്രമായിരിക്കണമെന്നില്ല. അവൻ്റെ വ്യക്തിത്വം തന്നെയാണ്, അവൻ്റെ സ്വത്വം തന്നെയാണ്, അവൻ്റെ സാരാംശം തന്നെയാണ് പാഴാക്കി കളഞ്ഞത്, തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ. ഇവൻ ദൂരദേശത്തേക്ക് പോയി പിതാവിൽ നിന്നും. കാരണം പൈസ കൈ കിട്ടിയാൽ പിന്നെ വീട്ടിൽ നിന്ന് ശരിയായില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. ദൈവത്തിൽ നിന്നും അകലുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ പിതാവിനെ ദൈവമായിട്ട് തന്നെ ഈശോ പറയുന്നത് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മുടെ ആരുടെയും സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിട്ടുന്നില്ല എന്ന് നമുക്കറിയാം. പലരും ചോദിച്ചിട്ടുണ്ട്, എന്നാൽ പിന്നെ അച്ഛാ ദൈവത്തിനെ നിയന്ത്രിച്ചാൽ പോരെ, ഈ പാപം വരാതെ ദൈവത്തിന് നിയന്ത്രിച്ചാൽ പോരെ. ഇപ്പം ദൈവ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് സ്വാതന്ത്ര്യം. ദൈവം തൻ്റെ സദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവിക സ്വഭാവത്തോടു കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിലും വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവം കൂച്ചുവലം കെട്ട ഒരു മനുഷ്യന്, ദൈവം ഒരുപക്ഷെ മൂക്കുകയറിട്ട മനുഷ്യന് അവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പറ്റില്ല. ദൈവത്തിന് മുമ്പിൽ അടിമകളെ പോലെയാണ് ജീവിക്കേണ്ടത്. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെ ഈ ധൂർത്ത പുത്രൻ അല്ലെങ്കിൽ ഈ ഇളയ മകൻ ദുരുപയോഗിക്കുന്നത്. അവിടെ ദൈവം നമ്മളാരെയും അങ്ങനെ കർക്കശമായ വിധിയോടെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. മക്കളെ എന്ന നിലയിൽ ദൈവം എപ്പോഴും കാണുന്നു. നമ്മളിപ്പോൾ എന്ത് പാപം ചെയ്താലും, നമ്മൾ എത്രമാത്രം ദൈവ വിരോധികളായി ജീവിച്ചാലും ദൈവം നമ്മളെ കണക്കാക്കാൻ മക്കളായിട്ടാണ്. ആ മക്കൾക്കുള്ള സ്വാതന്ത്ര്യം ദൈവം എപ്പോഴും അനുവദിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് ശരിയായാലെന്ന് കരുതി ദൂരേക്ക് പോവുകയാണ്. അവിടെ ധൂർത്തനായിട്ട് ജീവിച്ചു എന്നാണ് വചനം പറയുന്നത്. നിയന്ത്രണമില്ലാത്ത ജീവിതം. വീട്ടിൽ നിയന്ത്രണമുണ്ട്, സ്വാതന്ത്ര്യമില്ല. ഇന്ന് പലരും പറഞ്ഞതാണ് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് വീട്ടിൽ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ, ഭാര്യയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ, ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുക, ഇങ്ങനെ പരസ്പരമുള്ള വിധേയത്വം ഇന്ന് കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, എനിക്ക് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം. രാജ്യത്തിൻ്റെ നിയമം എനിക്ക് ബാധകമല്ല, സഭയുടെ നിയമം എനിക്ക് ബാധകമല്ല, കുടുംബത്തിൻ്റെ നിയമം എനിക്ക് ബാധകമല്ല, എനിക്ക് തോന്നിയ പോലെ ജീവിക്കാം. ഇതല്ല യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ തന്നിഷ്ടപ്രകാരം, എൻ്റെ ആഗ്രഹപ്രകാരം, എൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അവകാശത്തിനെ നമ്മൾ സ്വാതന്ത്ര്യമെന്ന് വിളിക്കരുത്. അത് തെറ്റിദ്ധാരണയാണ്. അതെത്ര വലിയവരാണെങ്കിലും എത്ര ചെറിയവരാണെങ്കിലും. കാരണം നമ്മളാരും നമ്മുടെ തന്നെ അസ്തിത്വം കൊണ്ട് ഉണ്ടായവരല്ല. നമ്മളൊക്കെ പങ്കുവെക്കപ്പെട്ട അസ്തിത്വമാണ്. ദൈവത്തിൽ നിന്ന് വന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് പൊതുവായ ചില സ്വഭാവ രീതികളുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്.
എനിക്ക് എൻ്റെ ഇഷ്ടത്തനുസരിച്ച് ചെയ്യാവുന്ന അവസ്ഥയ്ക്കല്ല സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇന്ന് എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണമെന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ തോന്നിവാസം ജീവിക്കാനുള്ള അവസ്ഥയ്ക്ക് സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല. അങ്ങനെയുള്ളവർ ചെന്നുപെടുന്നത് എവിടെയാണെന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പന്നിക്കൂട്ടിലാണ്. സ്വാതന്ത്ര്യം മേടിച്ചു പോയവൻ അവസാനം അടിമയേക്കാളും പരിതാപകരമായ അവസ്ഥയിൽ പന്നിക്കൂടിൻ്റെ അവസ്ഥയിലേക്ക് തരം താന്നിരിക്കുന്നു. ഇത് ഇന്ന് ലോകത്ത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. മാതാപിതാക്കന്മാർ ധിക്കരിച്ചും നിയമങ്ങൾ ലംഘിച്ചും ജീവിക്കുന്ന മനുഷ്യൻ്റെ അധപ്പതിച്ച അവസ്ഥ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അങ്ങനത്തെയുള്ള ചില ചിന്തകൾ, തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് തിരുത്തുന്നത് നല്ലതായിരിക്കും. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് ഓർക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടി വളരെ സ്വാഭാവികമായ ചില നിയമങ്ങളും ചില രീതികളും നമ്മുടെ ഉള്ളിലുമുണ്ട്, സമൂഹത്തിലുമുണ്ട്. അതിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയും അതിനോട് സമരസപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തി. അല്ലാതെ ഓരോ വ്യക്തിയുടെയും ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒന്നല്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ലക്ഷ്യം എന്താണ്? ഞാൻ എന്തിനാണ് ഈ ജീവിതം സ്വീകരിച്ചിരിക്കുന്നത്? എനിക്ക് എന്തിനാണ് ജീവൻ തന്നിരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഈ പ്രത്യേക ജീവിത ശൈലിയിൽ പോകുന്നത്? ഞാൻ എന്തിനാണ് ഈ പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നത്? അതുമായിട്ട് ചേർന്ന് പോകുന്ന, അതിനെ മുന്നോട്ട് നയിക്കുന്ന രീതികളും നിയമങ്ങളും ശരിക്കും ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തി. ആ സ്വാതന്ത്ര്യമാണ് ഈ മകൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതുകൊണ്ടാണ് അവൻ അത്രയും പരിതാപൻ. ആ കഷ്ടപ്പാടിൽ, ആ ദാരിദ്ര്യത്തിൽ വചനം പറയുകയാണ്, ആ പന്നികൾ തിന്നുന്ന തവിടെങ്കിലും തിന്നാൻ ആഗ്രഹിച്ചു, അതുപോലെ അവന് കിട്ടിയില്ല. അപ്പോഴാണ് സുബോധമുണ്ടായത്, വെളിവുണ്ടായത്, അല്പം തിരിച്ചറിവുണ്ടായത്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് അപ്പോൾ മനസ്സിലായി അവന്. ഞാൻ ഈ അനുഭവിച്ചതും ഞാൻ ഈ ചെലവിട്ടതും ഒന്നും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വഭാവമായിരുന്നില്ല, അത് പാപത്തിൻ്റേതായിരുന്നു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വേലക്കാർ പോലും സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. എൻ്റെ ബൈബിളിൽ ഇംഗ്ലീഷ് വേർഷൻ എങ്ങനെയാണ്? ഹി വെൻറ്റ് ഇൻ ടു ഹിംസെൽഫ്. അവനിലേക്ക് തന്നെ വന്നു എന്നുള്ളതാണ്. അവൻ തന്നിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞു, തന്നെ നശിപ്പിക്കുന്ന മനുഷ്യൻ, തൻ്റെ എസൻസ് നശിപ്പിക്കുന്ന മനുഷ്യനും തൻ്റെ സത്ത നശിപ്പിക്കുന്ന മനുഷ്യൻ, അതാണ് ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ ഇളയ മകൻ. വീണ്ടും അവൻ ആ തന്നിലേക്ക് തിരിച്ചു വരിക. തൻ്റെ യഥാർത്ഥ അസ്തിത്വം എന്താ, തൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താ, തൻ്റെ യഥാർത്ഥ തനിമ എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു മനുഷ്യന് സാധിക്കുമ്പോഴാണ് അവന് മാനസാന്തരമുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ, ചില വേദനകൾ, ചില തകർച്ചകൾ, നമുക്കറിയാം ഇവൻ ഈ പന്നിക്കൂട്ടിൽ ആയിരുന്നില്ലെങ്കിൽ, ആ അവസ്ഥയിലേക്ക് എത്തി അത്രമാത്രം കഷ്ടപ്പാടിലേക്ക് വന്നപ്പോഴാണ് അവന് ലേശം വെളിവുണ്ടായത്. ചില മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ വരുന്നത് വെളിവുണ്ടാകാനാണെന്ന് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? നമ്മളതിനെക്കുറിച്ച് പരാതി പറഞ്ഞും പരിഭവപ്പെട്ടും പ്രാഗിയും നേർന്നും ജീവിതം പാഴാക്കുന്നല്ലാതെ ആ സംഭവത്തിലൂടെ, ആ അനുഭവത്തിലൂടെ ദൈവം എന്തെല്ലാമോ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മളെ ശരിക്കും മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്ന് നമുക്ക് ഓർക്കാം. ധൂർത്തപുത്രൻ്റെ ഉപമ എന്നാണ് പറയുന്നതെങ്കിലും പിതാവാണ് ഒത്തിരി സ്നേഹം, വാത്സല്യം ഈ മകനോട് കാണിക്കുന്നത്. ഇതെല്ലാം ഉപേക്ഷിച്ചു പോയ മകൻ എല്ലാം നശിപ്പിച്ച് ഒന്നുമല്ലാത്തവനായി തിരിച്ചു വരുമ്പോൾ ആ പിതാവ് സ്വീകരിക്കുന്ന മനോഭാവം, ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബത്തിലോ സമൂഹത്തിലോ ഇങ്ങനെ മക്കൾ വഴിതെറ്റിപ്പോയിട്ട് തിരിച്ചു വന്നാൽ അപ്പൻ സ്വീകരിക്കുമോ, അമ്മ സ്വീകരിക്കുമോ? ഇടയ്ക്ക് ചെറുപ്പക്കാരനെക്കുറിച്ച്, അവന് ചെറിയ ക്ലാസ് മുതൽ ഗഞ്ചാവ് വലിച്ചു തുടങ്ങിയത് പണ്ടൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അവനിപ്പോൾ വീട്ടിലേക്ക് വരണമെന്നുണ്ട്. ആ 7ാം ക്ലാസ് മുതൽ ഗഞ്ചാവ് വലിക്കാൻ തുടങ്ങിയെന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് കിടക്കുമ്പോഴൊക്കെ ചില അനുഭവങ്ങളുണ്ടായി. അതുകൊണ്ട് ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോയി. സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു, ഞാൻ സംസാരിച്ചു, ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, അങ്ങനെ മകനെ ഞങ്ങൾക്ക് വേണ്ട, ഒരേ ഒരു മകനാണ്. ഞാൻ ചോദിച്ചു, ഇവനെ പിന്നെ ആര് നോക്കും? അപ്പോൾ വേണ്ട, കാരണം അവനെല്ലാം നശിപ്പിച്ചവനാണ്.
വീടിൻ്റെ പേര് നശിപ്പിച്ചവൻ, സമ്പത്ത് നശിപ്പിച്ചവൻ, അപമാനം വരുത്തിയവൻ, അവനെ വേണ്ട. ഇതൊരു പക്ഷേ ഇന്നത്തെ ചില കുടുംബത്തിൽ ചില മാതാപിതാക്കളെ പറയുമെങ്കിലും ദൈവം അതല്ല പറയുന്നത്. ദൈവനെ സ്വീകരിക്കുന്ന രീതി സുവിശേഷത്തിൽ ഈശോ തന്നെ വിവരിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധി, ദൈവത്തിൻ്റെ വാത്സല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമൃദ്ധി വെളിവാക്കുവാൻ വേണ്ടി ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഞാൻ അവരെ അടുക്കിലേക്ക് വിളിക്കും തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഇതാണ് ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും. പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ, പിതാവിൻ്റെ സ്നേഹവും വാത്സല്യം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അകന്നു പോകുന്ന സ്വഭാവം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ അധ്യായം, സുവിശേഷ അധ്യായം ആരംഭിക്കുന്നതിന് ചുങ്കക്കാരും പാപികളും ഈശോയെ ശ്രമിക്കാൻ വന്നപ്പോഴാണ്. ചുങ്കക്കാരും പാപികളും ആ അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച്, യഹൂദ രീതി അനുസരിച്ച് ഒരു സ്വീകാര്യതയില്ലാത്തവരാണ്, ദൈവത്തിൽ അകന്നു പോയവരാണ്, തിന്മ ചെയ്യുന്നവർ, രക്ഷയില്ലാത്തവർ. എന്നാൽ ഞങ്ങളോ ഫരിസേർ നിയമജ്ഞരോ സ്വീകരിക്കപ്പെട്ടവർ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച്, എന്താണ് ഈ ചുങ്കക്കാരും പാപികൾ നഷ്ടപ്പെട്ടു പോയതാണ് നിങ്ങൾ കരുതുന്നേ എങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെ ഓർക്കുക, നഷ്ടപ്പെട്ടു പോയ നാണയത്തെ ഓർക്കുക, നഷ്ടപ്പെട്ടു പോയ മകനെ ഓർക്കുക. അതിനെ തിരിച്ചു കിട്ടുന്ന, തിരിച്ചെടുക്കുന്ന ദൈവമാണ് എൻ്റെ പിതാവെന്ന് പറഞ്ഞപ്പോൾ ഈശോ രക്ഷാകര ചരിത്രത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയുക. ഏതാനും ചിലർക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടി. പാപികളെന്നോ ചുങ്കക്കാരെന്നോ മോശക്കാരെന്നോ പറയുന്ന വ്യക്തികൾക്കെയും കൂടി രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈശോ വന്നത് എന്ന് ഈശോ ആ സംഭവങ്ങൾ, ആ ഉപമകളിലൂടെ വെളിപ്പെടുത്തരിക. എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്കങ്ങനെ ആരെയും മാറ്റിവെക്കാൻ പറ്റുമൊന്നുമില്ല. ദൈവം മാറ്റിവെക്കുന്നില്ല. വഴിതെറ്റിപ്പോയത് തിരിച്ചു വരുമ്പോൾ സന്തോഷം, നഷ്ടപ്പെട്ടത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷം, പിന്നെ ധൂർത്തനായി ജീവിച്ചത് തിരിച്ചു വരുമ്പോൾ സന്തോഷം. ആ സന്തോഷമാണ് സുവിശേഷത്തിൽ ഈശോയുടെ സന്തോഷമെന്ന് പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത്. നമ്മൾ എത്രയോ പേരോട് വാത്സല്യം കാണിച്ചിട്ടുണ്ട്. ഈ പിതാവിനെ പോലെ നമ്മൾ ഉപദ്രവിച്ചവരോട്, നമ്മോട് മോശമായി പെരുമാറിയവരോട്, നമ്മളെ അപമാനിച്ചവരോട്, ഒരു ശാരീരികമായിട്ട് നമ്മളെ വേദനിപ്പിച്ചവരോട്, വഞ്ചിച്ചവരോട്, പ്രിയപ്പെട്ടവരെ കുറേ സമയത്തൊക്കെ അല്ലെങ്കിൽ കുറേ സന്ദർഭങ്ങളിൽ ഈ പിതാവിൻ്റെ ആ വാത്സല്യത്തോടെ മറ്റുള്ളവരെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് എത്രയോ പേരോട് നിങ്ങൾ വാത്സല്യം കാണിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ധൂർത്തപുത്രനെ പോലെ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവത്തിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നമ്മൾ പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. മൂന്നാമത്തെ കഥാപാത്രം അത് ഈ മൂത്ത മകനാണ്. ശരിക്കും ഈശോ അവിടെയുള്ള ഫരിസേയ യഹൂദ പ്രമാണിമാരെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് നമുക്കറിയാം. പിതാവിൻ്റെ കൂടെയുള്ളവൻ, പിതാവിൻ്റെ എല്ലാവിധ സ്വത്തിനും അവകാശിയെ തീർന്നവൻ, അവൻ കോപാകുലനായി പറയുകയാണ്, ഇത്രയും നാൾ നിൻ്റെ കൂടെ ഞാൻ ജീവിച്ചു, നീ എനിക്ക് വേണ്ടി ഒരാഘോഷം നടത്തിയിട്ടില്ല. അവനെല്ലാം എല്ലാം കൊണ്ടുപോയി വിറ്റു തുലച്ച് നശിപ്പിച്ച് വന്നപ്പോൾ നീ ആഹ്ലാദത്തോടെ അവനെ സ്വീകരിച്ചിരിക്കുന്നു, കാളക്കുട്ടിയേക്കൊന്ന് വിരുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ധൂർത്തപുത്രൻ്റെ ഒരു പരാതി എന്താണെന്നറിയാവോ? ഈ അനിയനെ ഇങ്ങനെ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു, അവന് പണിഷ്മെൻറ്റ് കൊടുക്കണമായിരുന്നു. നല്ല നടപ്പിനെ കുറേ നാളവനെ വിടണം, ചില പ്രായശ്ചിത്തം ചെയ്യാൻ പറയണം, ചില ശിക്ഷയെ കൊടുക്കണം. തിരിച്ചെടുത്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പാടില്ല. ഞാനും നിങ്ങളും ചിലപ്പം കരുതുക അങ്ങനെ തന്നെ. ചില ആളുകൾ ഒരുപക്ഷെ വളരെ മോശമെന്ന് നമുക്ക് പറയാം, അങ്ങനെ ജീവിച്ചവർ ഒരു ധ്യാനം കൂടി പെട്ടെന്ന് മാറി ഭയങ്കര ദൈവാനുഭവം, വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നു. നമ്മളെന്താ പറയുക? അങ്ങനെയൊന്നും വേണ്ടായിരുന്നു, ചില അനുഭവിക്കണം അവരൊക്കെ. നമ്മളൊക്കെ ചിലരുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ, ചില അവസ്ഥകൾ, ചില അപകടങ്ങൾ, ചില രോഗങ്ങൾ, ചില തകർച്ചകൾ വരുമ്പോൾ നമ്മൾ മനസ്സിൽ പറയാറുണ്ട് അങ്ങനെ സംഭവിക്കണം, ചെയ്തതിൻ്റെ ഫലമാണെന്ന്. ഇതാണ് നമ്മുടെ മനസ്സ്. ഒരുപക്ഷെ ഈ മൂത്ത മകൻ ഇങ്ങനെ ചിന്തിച്ച് കാണാം,
അല്ലെങ്കിൽ അവൻ ചിന്തിച്ച മറ്റൊരു വഴി എന്താണ്? ഞാൻ നിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് നിൻ്റെ കൂടെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതും വലിയൊരു പ്രശ്നമാണ്. അവൻ ആ പിതാവിൻ്റെ കൂടെ ദീർഘകാലം ജീവിച്ചിരുന്നെങ്കിലും അവന് പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. നിയമമാണ് അവൻ്റെ ദൈവമെന്ന് പറയുന്നത്. ഈ നിയമം വെച്ചുകൊണ്ടാണ് പിതാവുമായിട്ടുള്ള ബന്ധം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെയാണ്. ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ലേ? ചുങ്കക്കാരനും ഫരിസേനും പ്രാർത്ഥിക്കാൻ വന്നതുപോലെ ഫരിസേൻ പറഞ്ഞെന്താ? ഞാൻ ഉപവസിക്കുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാത്ത മനുഷ്യൻ, നിയമമെല്ലാം പാലിക്കുന്ന മനുഷ്യൻ. ഈ മൂത്ത മകനെ പോലെ ഞാനും നിങ്ങൾ ചിന്തിക്കാറുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട്. എന്നാൽ ഈശോ പറയുകയാണ്, യഥാർത്ഥമായ ആ രക്ഷ, യഥാർത്ഥമായ സൗഭാഗ്യം, യഥാർത്ഥമായ സന്തോഷം പിതാവിനോടൊപ്പം ജീവിക്കുമ്പോൾ കിട്ടണമെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ബന്ധമായിരിക്കണം, വെറും നിയമത്തിൻ്റെ പുറത്തായിരിക്കരുത്. പലപ്പോഴും അതുകൊണ്ടാണ് നമുക്ക് ആത്മാവിൽ ആനന്ദിക്കാൻ പറ്റാത്തത്, ഉള്ളിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തത്. ഈ നിയമങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പാലിച്ചാൽ എല്ലാ കാര്യവും ശരിയാകും എന്നൊരു ധാരണ നമുക്കുണ്ട്. നിയമങ്ങൾ പാലിക്കണം. ഒന്ന്, ഈ ഇളയ മകനെ പോലെ നിയമങ്ങൾ വേണ്ട എന്ന് പോകുന്ന അപകടത്തിൻ്റെ അവസ്ഥ. രണ്ട്, ഈ മൂത്ത മകനെ പോലെ നിയമങ്ങൾ മാത്രം മതി എന്ന് കരുതുന്ന അവസ്ഥ. ഈ മകൻ സ്വതന്ത്രനാണെങ്കിലും അടിമയാണ്. അവന് ശരിക്കും ആ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല. പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പക്ഷേ പിന്നീട് നമുക്ക് ഓർക്കാം, യഥാർത്ഥ ഈ പിതൃസ്നേഹം, വാത്സല്യം അനുഭവിച്ചത് ഇളയ മകനാണ്. അവൻ ഇത്തരത്തിലുള്ള ദുരിതത്തിലൂടെ, ഈ ദുഷ്ടതയിലൂടെ കടന്നുപോയെങ്കിലും അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസം മനസ്സിലായി. പിതാവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയും പിതാവിന് വിട്ടുപോയപ്പോൾ അവസ്ഥയും തികച്ചും അവന് തിരിച്ചറിയാൻ സാധിച്ചു. ഇത് വലിയൊരു ദൈവാനുഭവമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചില വഴിതെറ്റിപ്പോയ സംഭവങ്ങൾ, ചില പാപത്തിൻ്റെ സ്വഭാവങ്ങൾ, ചില ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളും ചിന്തകളും അപകടങ്ങളും വരുത്തി വെച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഞാൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാൽ അതിൻ്റെ വില ഇന്നിന് കൂടുതൽ മനസ്സിലായി. ഒരുപക്ഷെ ഈ മൂത്ത മകനേക്കാൾ കൂടുതൽ പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ കൂടെയുള്ള ജീവിതം എത്ര ആനന്ദദായകമാണ് എന്ന് തിരിച്ചറിയുന്നത് ഈ രണ്ടാമത്തെ മകനാണ്. കാരണം അവനെ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ, ഇപ്പം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ വാത്സല്യവും സ്നേഹവും അതിൻ്റെ ആഴങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് ചില ശുദ്ധീകരണ പ്രക്രിയയിലൂടെ, ചില പന്നിക്കൂടിൻ്റെ അനുഭവത്തിലൂടെ, ചില ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ കടത്തി വിട്ടത് എന്ന് ഇപ്പോൾ ചിന്തിക്കാം. നമ്മളങ്ങനെ പോകുന്നതിനെ ന്യായീകരിക്കുകയല്ല, മറിച്ച് ഇപ്രകാരം വചനം പറയുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റും. അപ്പം ഞാൻ ചെയ്തത് മോശമായ കാര്യങ്ങളാണെങ്കിലും, ഞാൻ എൻ്റെ വഴികൾ പാപത്തിൻ്റെ വഴിയാണെങ്കിലും, എൻ്റെ സ്വാർത്ഥതയുടെ വഴിയാണെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ദൈവത്തിൻ്റെ വഴിയിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ തയ്യാറായപ്പോൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ദൈവം വലിയ അനുഗ്രഹമാക്കി മാറ്റുകയാണ്. അല്ലെങ്കിൽ നാശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം മാനസാന്തര അനുഭവത്തിലേക്ക്, ദൈവത്തിൻ്റെ വരപ്രസാദത്തിലേക്ക് മടങ്ങി വരുന്ന വ്യക്തിയെ സംബന്ധിച്ചാണ് അതുവരെയുള്ള അവൻ്റെ ദുഷ്ടദുരിതങ്ങളെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുന്നത്. അത് വലിയൊരു ശുദ്ധീകരണ പ്രക്രിയയായിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, ഈ മകൻ വരുമ്പോൾ പിതാവിൻ്റെ സന്തോഷത്തോടുള്ള പ്രഖ്യാപനം മരിച്ചവനായിരുന്നു. നമുക്കറിയാം, ഈ മകൻ മരിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് മരിച്ചവനെന്ന് പറയുന്നത്? ആത്മീയമായ മരണം തന്നെയാണ്. ദൈവത്തിൻ്റെ ഈ പിതാവിൻ്റെ പിതൃത്വത്തിൽ നിന്നും, ആ വാത്സല്യത്തിൽ നിന്നും, സ്നേഹവലയത്തിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ മരണം തന്നെയാണ്. ശാരീരികമായി ജീവിക്കുന്നുണ്ടെങ്കിൽ നശിച്ചു പോയവനാണ്, നഷ്ടപ്പെട്ടു പോയവനാണ്, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇളയ മകൻ വന്ന് അവൻ്റെ പാപങ്ങളെല്ലാം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഏറ്റു പറയുമ്പോൾ എനിക്ക് തോന്നുന്ന പിതാവ് അത് കേൾക്കുന്ന പോലുമില്ല, പിതാവിനെ കേൾക്കാൻ താല്പര്യം പോലുമില്ല. ഈ ബൈബിൾ ഉപമ വെച്ചുകൊണ്ട് പണ്ട് അമേരിക്കയിൽ ഒരു നാടകം നടത്തിയെന്നാണ് പറയുന്നത്. അപ്പം അതിൽ ഈ ഓഹരി മേടിച്ചു പോകുന്ന മകൻ അവസാനം എല്ലാം നശിപ്പിച്ച് അവൻ തിരിച്ചു വരാൻ വേണ്ടി തീരുമാനിച്ചു. അവനപ്പോൾ അപ്പന് കത്തെഴുതി, ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പൻ എന്നെ സ്വീകരിക്കുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുൻപിലുള്ള മരത്തേൽ ഒരു ചുമന്ന റിബൺ കെട്ടിയിടണം. ഒരു പക്ഷേ ഇത് കേട്ടിട്ടുണ്ട്.
ഏതായാലും അവൻ വരേണ്ട ദിവസമായി. നാം വന്നു. അവൻ വണ്ടിയിൽ നിന്ന് കാണുകയാണ്, ആ മരത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല ആ പ്രദേശത്തുള്ള മരങ്ങളിൽ മുഴുവനും ചുമന്ന റിബൺ കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവന് തോന്നി എന്ത് സംഭവിച്ചു. ഏതായാലും വീട്ടിൽ ഇറങ്ങി അപ്പൻ ഇവനെ മത്സരത്തോടെ സ്നേഹത്തോടെ ഇവനെ സ്വീകരിച്ചു. ഇവനും പറഞ്ഞു, ഞാൻ ഒരു റിബൺ തൂക്കാനല്ല അപ്പനോട് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ മരങ്ങളെല്ലാം റിബൺ തൂക്കിയിരിക്കുന്നത്. ഉടനെ അപ്പം പറഞ്ഞു, മോനെ, ഒരു റിബൺ മാത്രം തൂക്കിയാൽ അതെങ്ങാനും നീ കാണാതെ പോയാലോ എനിക്ക് നിന്നെ എന്നേക്കുമായി നഷ്ടപ്പെടും. അതുകൊണ്ട് നിന്നെ ഒരു വിധത്തിലും ഒരു കാരണവശാൽ നീ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ മരങ്ങളിൽ മുഴുവൻ ഞാൻ റിബൺ തൂക്കിയിരിക്കുന്നത്. അത്രമാത്രം ഒരപ്പൻ മകന് വേണ്ടി. എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എത്രമാത്രം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, ആഗ്രഹത്തോടെ തിരിച്ചു വരാൻ വേണ്ടി. ഏതെല്ലാമോ പന്നിക്കൂട്ടിൽ കടന്നവരാണ് നമ്മൾ. അതിൽ നിന്നും എഴുന്നേൽക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ ഉള്ള മനസ്സ്, തീരുമാനം ഉണ്ടാകട്ടെ. ഈശോ അതുകൊണ്ട് ഈ മനോഹരമായ ഉപമ പറയുമ്പോൾ അതിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് തന്നെയാണ്. അപ്പോൾ ആരോ ചോദിച്ചു, പുത്രൻ്റെ സ്ഥാനം എന്താ, ഈശോയുടെ സ്ഥാനം എന്താ? വിശുദ്ധ അഗസ്തീനോസ് പറയുക, ഈ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളാണ് പുത്രൻ എന്നാണ് പറയുക. പിതാവായ ദൈവം അവൻ്റെ വാത്സല്യത്തിലെടുത്ത കരങ്ങളാണ് പുത്രനായ യേശു ക്രിസ്തു. വിശുദ്ധ ഇറനേവൂസ് പറയുക, പിതാവിൻ്റെ ഇരു കരങ്ങളാണ് പരിശുദ്ധാത്മാവും ഈശോയും. അപ്പോൾ അങ്ങനെ വേണം ചിന്തിക്കാം. പിതാവായ ദൈവം തൻ്റെ കരങ്ങളാൽ, പുത്രനാൽ, പരിശുദ്ധാത്മാവിനാൽ ഈ മനുഷ്യരെ എന്നെ നിങ്ങളെയും തന്നോട് അടുപ്പിക്കുന്നു. എന്നെ നിങ്ങൾ നിരന്തരമായി അവനോട് അടുപ്പിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പന്നിക്കൂട്ടിൽ നിന്നും എഴുന്നേറ്റ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാം. പുത്രൻ്റെ അധികാരമുള്ള ആ സ്ഥാനത്തേക്ക് ഉയരാം. അവകാശം മോതിരത്തിലൂടെ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമായി പുതിയ ചെരുപ്പ്, അശുദ്ധിയുടെ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ചതിൻ്റെ ഫലമായി പുതിയ വസ്ത്രം. ഇങ്ങനെ ഒരു പുതിയ വ്യക്തിയായി, പുതിയ സൃഷ്ടിയായി ദൈവത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്നും ശാശ്വതമായി നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഒന്നും എന്നേക്കുമായി നശിച്ചും പോയിട്ടില്ല. ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റാത്ത വിധത്തിൽ, ദൈവത്തിന് വീണ്ടും ജീവിപ്പിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഒന്നും മരിച്ചു പോയിട്ടില്ല. ദൈവത്തെങ്കിലൊക്കെ മടങ്ങി വരവ് ഒരു പൊതുജീവിതമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈശോ അതിനുവേണ്ടിയാണ് എന്നെ നിങ്ങളെ ക്ഷണിക്കുന്നത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.